എല്ലാവർക്കും നമസ്കാരം. ഈ ദിവസങ്ങളിൽ നമ്മളൊക്കെ ചോദിച്ചു പോകുന്ന ഒരു ക്വസ്റ്റ്യൻ ആണല്ലേ, പെന്തക്കോസ്തുകാരെന്താ ചെണ്ടയാണോ വരുന്നവനും പോകുന്നവനും ഒക്കെ കൊട്ടിയിട്ട് പോകാൻ? ഒരിടയ്ക്ക് ഓരോ രാഷ്ട്രീയ പ്രവർത്തകർ വന്നിട്ട് പെന്തക്കോസ്തുകാർക്കിട്ടാണ് കൊട്ട്. അവർ ഏതെങ്കിലുമൊക്കെ കുരുക്കിൽ ചെന്ന് ചാടി വന്നിട്ട് അവസാനം എല്ലാം കൂടെ വന്നിട്ട് പെന്തക്കോസ്തുകാരുടെ തലയിലോട്ടിടും. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ജോൺ ബ്രിട്ടാസ് പറഞ്ഞു, അതുകൂടാതെ നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു, ഇപ്പം വേണ്ട രാജീവ് ചന്ദ്രശേഖറും പറഞ്ഞിരിക്കുകയാണ് പെന്തക്കോസ്തുകാർ മനുഷ്യക്കടത്തുകാരാണെന്ന്. പെന്തക്കോസ്തുകാർക്ക് മനുഷ്യരെ കടത്തി എങ്ങോട്ട് കൊണ്ടുപോകാനാണ്? എങ്ങോട്ടും കൊണ്ടുപോകാനില്ല. അവർക്കൊരു സ്ഥലത്തോട്ട് മാത്രമേ കൊണ്ടുപോകാൻ കഴിയത്തുള്ളൂ. അതും നമ്മൾക്ക് പറ്റുമോ? പറ്റത്തില്ല. കൊണ്ടുപോകാൻ പറ്റത്തില്ല. അതിൻ്റെ റൂട്ട് കാണിച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ വഴി കാണിച്ചു കൊടുക്കാൻ മാത്രമേ പെന്തക്കോസ്തുകാർക്ക് പറ്റാറുള്ളൂ. അതേ പെന്തക്കോസ്തുകാർ ചെയ്യാറുള്ളൂ. അല്ലാതെ മനുഷ്യക്കടത്തൊന്നും പെന്തക്കോസ്തുകാർ ചെയ്യുന്നില്ല. അതിൻ്റെ ആവശ്യവും പെന്തക്കോസ്തുകാർക്കില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം ഈ മഹാന്മാരൊക്കെ ഒന്ന് തിരിച്ചറിയണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, എന്തുകൊണ്ടാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ പെന്തക്കോസ്തുകാർ വളർന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയണം. എന്തുകൊണ്ടാണ് നമ്മളൊരു സ്ഥലം വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നത്? അവർ നിന്ന സ്ഥലത്ത് അവർ സാറ്റിസ്ഫൈഡ് അല്ലെന്നേ. അതുകൊണ്ടാണ് അവർക്ക് പറ്റുന്ന ഒരു സ്ഥലത്തോട്ട്, അല്ലെങ്കിൽ അവർക്ക് സന്തോഷം തരുന്ന, അല്ലെങ്കിൽ അവർക്ക് സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഒരു സ്ഥലത്തോട്ട് അവർ മാറുന്നതിൻ്റെ അർത്ഥം, അവർ നിന്ന സ്ഥലത്ത് അവർക്ക് എന്തില്ല? അവർക്ക് സമാധാനവും സ്വസ്ഥതയും ഇല്ലാത്തത് കൊണ്ടാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം പെന്തക്കോസ്തുകാരുടെ കണ്ണ് എല്ലായിടത്തും എത്തും. എങ്ങോട്ടാണ് എത്തുന്നത്? നമ്മുടെ കർത്താവിൻ്റെ കണ്ണും എത്തിയത് എങ്ങോട്ടായിരുന്നു? യേശുക്രിസ്തുവിൻ്റെ കണ്ണെത്തിയതും എങ്ങോട്ടായിരുന്നു? ആരാരുമില്ലാത്തവരുടെ ഇടങ്ങളിലേക്കല്ലേ? ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ലാത്തവരുടെ ഇടങ്ങളിലേക്ക്, തള്ളപ്പെട്ടും ഉപേക്ഷിക്കപ്പെട്ടും കിടക്കുന്നവരുടെ ഇടയിലേക്ക്, രോഗികളായി കിടക്കുന്നവരുടെ ഇടയിലേക്ക്. ഇനി അവസാനം ശിഷ്യന്മാരായിട്ട് തിരഞ്ഞെടുത്തത് ആരെയാണ്? അതും തിരഞ്ഞെടുത്തത് കുറച്ച് മുക്കുവന്മാരെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇതാണ് യേശുക്രിസ്തു. ആ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ, അല്ലെങ്കിൽ ആ യേശുക്രിസ്തുവിൻ്റെ അനുയായികൾ എന്ന് പറയുന്ന ക്രിസ്ത്യാനികളുടെ കണ്ണും പോകുന്നത് പൊക്കത്തിലത്തെ തട്ടിലോട്ടല്ല. പൊക്കത്തിലത്തെ തട്ടിലോട്ട് കണ്ണ് പോകുന്നവരുണ്ട്. അതെന്തിനു വേണ്ടിയിട്ടാണ്? അതെന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ ഒരുമാതിരിപ്പെട്ട യേശുക്രിസ്തുവിൻ്റെ അനുയായികളായിട്ടുള്ള യഥാർത്ഥ അനുയായികളുടെ കണ്ണ് പോകുന്നത് എങ്ങോട്ടാണ്? ഒന്നുമില്ലാതെ പാവപ്പെട്ടവരുടെ ഇടയിലേക്കാണ് പോകുന്നത്. അവരുടെ അടുത്തേക്ക് ചെന്നിട്ട് എന്താ പറയുന്നതെന്നറിയാവോ? നിങ്ങളുടെ ദൈവം മോശമാണെന്നോ, നിങ്ങളിരിക്കുന്നത് ചീത്ത മതത്തിലാണെന്നോ ഒന്നുമല്ല പറഞ്ഞു കൊടുക്കുന്നത്. അവരോട് എന്താ പറയുന്നത്? അവർക്കൊരു നേരത്തെ ഭക്ഷണം മേടിച്ചു കൊടുക്കും. ആദ്യം അതാണ് അവർക്ക് വേണ്ടുന്നത്. ഒരു നേരത്തെ ഭക്ഷണം മേടിച്ചു കൊടുക്കും. അവർക്ക് നമ്മളെ കൊണ്ട് പറ്റുന്നൊരു സഹായം അവർക്ക് ചെയ്യും. എന്നിട്ട് അവരോട് പറയും, ഇത് ചെയ്യുവാൻ ഞങ്ങളെ പ്രാപ്തനാക്കിയ ആ ഒരു ദൈവത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. അത്രയേ ഉള്ളൂ. അത് മനസ്സിലാകുന്നവരെന്ത് ചെയ്യും? ഇങ്ങോട്ടിങ്ങ് പോരും, ഞങ്ങളുടെ പുറകെ പോരും, പെന്തക്കോസ്തുകാരുടെ പുറകെ പോരും. അതിനാരെയും കുറ്റം പറയുവാനായിട്ട് പറ്റത്തില്ല. നിങ്ങൾ എന്തിനാണ് എത്രയോ ആൾക്കാരാണ് ഒരു നേരത്തെ ഭക്ഷണമില്ലാതെ അവിടെ ഇവിടെയൊക്കെ കിടക്കുന്നത്? അവരുടെ അടുത്തോട്ടൊന്ന് ഇറങ്ങി ചെല്ലുന്നേ. അവരുടെ അടുത്തോട്ട് ഞങ്ങൾ ചെയ്യുന്നത് പോലെ ഒന്ന് ചെയ്യുവാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അവരെങ്ങോട്ടും പോകത്തില്ല, നിങ്ങളുടെ അടുത്ത് തന്നെ നിൽക്കും. ഇത് വല്ലവരും എന്തെങ്കിലും ചെയ്യുന്ന കാണുമ്പോൾ നിങ്ങൾ കരഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യണം. നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത് നമ്മൾ ചെയ്യണം. പാവപ്പെട്ടവരെ നമ്മൾ കാണണമെന്നേ, നമ്മൾ പരിഗണിക്കണമെന്നേ. മുതിർന്ന ജാതിയോ താഴ്ന്ന ജാതിയോ എന്നൊന്നും നോക്കാതെ എല്ലാവരും മനുഷ്യരാണ്. എല്ലാവരുടെയും ശരീരത്തിലൂടെ ഒഴുകുന്നത് ഒരേ രക്തമാണെന്നുള്ളൊരു ചിന്ത നിങ്ങളുടെയൊക്കെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ ആരും എങ്ങോട്ടും പോകത്തില്ല, അവിടെ തന്നെ നിൽക്കുമെന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നിങ്ങൾ തിരിച്ചറിയുക. ഇനി എനിക്ക് പറയുവാനുള്ളത് പെന്തക്കോസ്തുകാരോടാണ്. പെന്തക്കോസ്തുകാരും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. വഴിയെ കൂടെ പോകുന്നവനൊക്കെ തട്ടുന്നു അല്ലെങ്കിൽ കൊട്ടുന്നു എന്ന് കാണുമ്പോൾ നമ്മൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ കർത്താവിൻ്റെ അടുത്തും ഇത് തന്നെയായിരുന്നു അല്ലേ? യേശുക്രിസ്തുവിനെ ക്രൂശിക്കുവാനായിട്ട് ക്രൂശീകരണ സ്ഥലത്തോട്ട് കൊണ്ടുപോകുമ്പോഴും ഒക്കെ എന്താണ് അവിടെ ക്രൂശിച്ചപ്പോഴും ഒക്കെ എന്താണ് സംഭവിച്ചത്? പോകുന്നവനും വരുന്നവനും എല്ലാം തുപ്പുന്നു, തല കുലുക്കുന്നു, കളിയാക്കുന്നു, എല്ലാം ചെയ്തു. എന്നിട്ട് അവസാനം ഇവരെന്താ ചെയ്തത്? ഇവർ വിചാരിച്ച് ഈ ക്രൂശിൽ യേശുക്രിസ്തു തീർന്നു, അല്ലെങ്കിൽ ഈ ക്രൂശിൽ യേശുക്രിസ്തു അവസാനിച്ചു എന്നാണ് അവരൊക്കെ ധരിച്ചിരുന്നത്. വലിയ അധികാരവർഗ്ഗങ്ങളൊക്കെ അങ്ങനെയാണ് ധരിച്ചിരുന്നത്. വലിയ പ്രമാണിമാരും ഒക്കെ അങ്ങനെയാണ് ധരിച്ചിരുന്നത്. യേശുക്രിസ്തു തീർന്നു പോയി എന്നാണ് ധരിച്ചത്. പക്ഷേ അവർക്ക് എന്നിട്ടും ഭയമുണ്ടായിരുന്നു അല്ലേ? ആ ഭയത്തിൻ്റെ പുറത്താണ് ഇവരെന്ത് ചെയ്തത്? യേശുക്രിസ്തുവിനെ അവിടെ കൊണ്ടുവന്ന് അടക്കിയപ്പോൾ, കല്ലറയ്ക്കകത്ത് അടക്കിയപ്പോൾ അവരെന്താണ് ചെയ്തത്? റോമൻ മുദ്രയൊക്കെ വെച്ച് അവർ അടച്ചു. വലിയ കല്ലൊക്കെ വെച്ച് റോമൻ മുദ്ര വെച്ച് അവരുടെ പറ്റുന്നത്ര അധികാരത്തിൻ്റെ മുദ്രകളൊക്കെ വെച്ച് അവർ പൂട്ടി. അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്ത്? അവരുടെ വലിയ പടയാളികളെയൊക്കെ അവരവിടെ കാവൽ നിർത്തി. എന്നിട്ട് വല്ലതും സംഭവിച്ചു. എന്താ സംഭവിച്ചത്? ഇവരെയൊക്കെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് മൂന്നാമത്തെ ദിവസം ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞവൻ ആ മൂന്നാമത്തെ ദിവസം ഉയർത്തെഴുന്നേറ്റുവെന്ന് മാത്രമല്ല, 40 ദിവസം ഈ ഭൂമിയിലൂടെ തന്നെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടും അവരെ ഉപദേശിച്ചുമൊക്കെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് സ്വർഗാരോഹണം ചെയ്തത് എന്ന് വിശുദ്ധ ബൈബിൾ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുകയാണ്.
അപ്പോൾ ഓർക്കുക, അതുകൊണ്ട് നമ്മൾ ഇതിനകത്ത് തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. എവിടെയിട്ട് പൂട്ടിയാലും, ഏത് ചങ്ങലയ്ക്കകത്തിട്ട് പൂട്ടിയാലും, ഏത് അധികാരത്തിൻ്റെ പവർ ഉപയോഗിച്ച് പൂട്ടിയാലും, ഏത് അധികാരത്തിൻ്റെ ഹുങ്കിലിരുന്ന് നമ്മൾക്കിട്ട് കൊട്ടിയാലും ഒന്നും ഭയപ്പെടേണ്ട കാര്യമില്ല. അതിനെയൊക്കെ ഞൊടി നേരം കൊണ്ട് അഴിക്കുവാൻ കഴിയുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നതും എന്നുള്ളൊരു യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണ്ട? ആര് കൊട്ടട്ടെന്നേ, അവൻ അവിടെ കിടന്ന് കൊട്ടട്ടെ, വഴിയെ കൂടെ പോകുന്നവരും വരുന്നവരും ഒക്കെ കൊട്ടട്ടെ. നമ്മളെ കാണുമ്പോഴെന്താണോ ബന്ധക്കസ്തുകാരെ കാണുമ്പോഴത്തേക്ക് ബന്ധക്കസ്തുകാരെന്നൊക്കെ പറഞ്ഞ് വെറുക്കുന്ന അവിടെ കിടന്നുകൊണ്ട് വെറുക്കട്ടെ. കാരണം നീയൊന്നും അനുഭവിക്കാത്ത വലിയ മാനസികമായ വലിയ സമാധാനവും സന്തോഷവും ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട്, പെന്തക്കോസ്തുകാർ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ ഞാനൊന്ന് പറഞ്ഞു വയ്ക്കുകയാണ്. ഇനി ഓർക്കുക, യേശുക്രിസ്തുവിനെ എന്തിനാണ് നോട്ടമിട്ടത്? യേശുക്രിസ്തുവിനെ എന്തിനാണ് ക്രൂശിച്ചതും? യേശുക്രിസ്തു വലിയ തെറ്റ് ചെയ്തിട്ടാണ്? ഒരു തെറ്റും ചെയ്തിട്ടില്ല. പിന്നെ എന്തിനായിരുന്നു യേശുക്രിസ്തു അവഗണിക്കപ്പെട്ടവരുടെ ഇടങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നു, രോഗികൾക്ക് സൗഖ്യം കൊടുത്തു, അന്ധന് കാഴ്ച കൊടുത്തു, കുരുടന് കാഴ്ച കൊടുത്തു, അങ്ങനെ എല്ലാ വിധത്തിലും പാവങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നു. അപ്പോൾ ഈ പാവങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് കഴിഞ്ഞപ്പോഴാണ് പൊക്കത്തിലിരിക്കുന്നവർക്ക് നൊന്തത്. അല്ലായിരുന്നെങ്കിൽ അവർക്ക് നോവത്തില്ലായിരുന്നു കേട്ടോ. എന്നാൽ ഈ പാവപ്പെട്ടവരെന്നും പാവപ്പെട്ടവരായിട്ട്, അല്ലെങ്കിൽ അടിച്ചമർത്തപ്പെട്ടവരും എന്നും അടിച്ചമർത്തപ്പെട്ടവരായിട്ട് ഇരിക്കണം എന്നാണ് ആര് വിചാരിക്കുന്നത്? മുതലാളിമാർ വിചാരിക്കുന്നത്. എന്നാൽ അങ്ങനെയല്ല. അവനെയും കൂടെ ഉദ്ധരിക്കുവാനായിട്ട് യേശുക്രിസ്തു ഒരുങ്ങിയപ്പോഴാണ്, ചെയ്തപ്പോഴാണ് എന്ത് സംഭവിച്ചതും? യേശുക്രിസ്തുവിൻ്റെ നേരെ ശത്രുത വെച്ചുകൊണ്ട് വ്യക്തികൾ എഴുന്നേറ്റത്, അധികാരവർഗ്ഗങ്ങൾ എഴുന്നേൽക്കുവാനായിട്ട് ഇടയായത് എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ തിരിച്ചറിയുക. അപ്പോൾ അതുകൊണ്ട് ഇന്ന് നമ്മൾ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം നമ്മൾ ചെയ്യുക. കാരണം ഇന്ത്യൻ ഭരണഘടന നമ്മളുടെ സുവിശേഷീകരണത്തിന് തടസ്സമൊന്നുമില്ല. എന്നാൽ നമ്മൾക്കറിയാം അല്ലേ, നമ്മളുടെ ഇവിടങ്ങളിൽ, അതായത് നമ്മുടെ നോർത്ത് ഇന്ത്യ പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ, അല്ലെങ്കിൽ കേരളത്തിന് വെളിയിൽ പല സ്ഥലങ്ങളിലും ഇന്ന് എന്താണ് പീഡിപ്പിക്കപ്പെടുന്നുണ്ട്, ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. അല്ലെങ്കിൽ എന്താണ്, പാസ്റ്റർമാർ, അച്ഛന്മാർ, കന്യാസ്ത്രീകൾ ഇവരെയൊക്കെ പിടിച്ചുകൊണ്ട് ജയിലറയ്ക്കകത്ത് ഇടുവാണല്ലേ. ജയിലറയ്ക്കകത്ത് ഇട്ടിട്ട് ഇവർ വിചാരിക്കും നമ്മുടെ ഒരു ഫാദറൊക്കെ അവിടെ കൊണ്ട് തന്നെ മരിച്ചുപോയി. പക്ഷേ അദ്ദേഹം ചെയ്തെടുക്കേണ്ടതൊക്കെ അദ്ദേഹം ചെയ്തെടുത്തു. കാരണം നമ്മളുടെ ദൈവം ആരാന്നറിയാവോ? നമ്മളുടെ ദൈവം വേണ്ടി വന്നാൽ എന്ത് ചെയ്യും? കാരാഗ്രഹത്തിൻ്റെ പൂട്ട് പൊളിച്ച് പുറത്ത് കൊണ്ടുവരുവാൻ കഴിവുള്ളവനാണ് നമ്മൾ ആരാധിക്കുന്ന ദൈവം. അത് നമ്മൾക്കറിയാമല്ലേ. പത്രോസിനെയും പൗലോസിനെയും ഒക്കെ ചങ്ങലക്കകത്തിട്ട് പൂട്ടി അവരെ എന്ത് ചെയ്തു? അർദ്ധരാത്രിക്ക് ദൂതനെ ഇറക്കി അവരെ കൊണ്ടുവന്ന് പുറത്തിറക്കിയ ഒരു ദൈവമാണ്. ആ ദൈവം മരിച്ചു പോയിട്ടൊന്നുമില്ല. ആ ദൈവം ഇന്നും ജീവിക്കുന്ന ദൈവമാണെന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുക. എന്നിട്ട് എന്താ സംഭവിച്ചതെന്നറിയാമോ? അവരെ പുറത്ത് കൊണ്ടുവന്ന് അവരെയും കൊണ്ട് ചെയ്തെടുപ്പിക്കേണ്ട ശുശ്രൂഷകളൊക്കെ ദൈവം ചെയ്തെടുപ്പിച്ചു എന്നുള്ളൊരു യാഥാർത്ഥ്യം തിരിച്ചറിയുക. ഇനി നമ്മൾ ചോദിക്കും, എന്നിട്ട് എന്തേ ഇന്നും കുറേ പാസ്റ്റർമാരും അച്ഛന്മാരും കന്യാസ്ത്രീകളും ഒക്കെ ഇന്ന് ജയിലറയ്ക്കകത്ത് കിടക്കുന്നല്ലോ എന്ന്. ഓക്കെ, അവരെന്തുകൊണ്ടാണ് കിടക്കുന്നത്? അവരൊത്തിരി ഓടിയെന്നേ, അവർക്കൊരു കുറച്ച് റെസ്റ്റ് അവിടെ കൊടുത്തിരിക്കുന്നത്. അവരൊത്തിരി ഓടി, ഒത്തിരി അധ്വാനിച്ചു. അതുകൊണ്ട് അവർക്ക് പ്രാർത്ഥിക്കുവാനും അവർക്കൊന്ന് കുറച്ച് റെസ്റ്റിനുള്ള അവസരം ദൈവം കൊടുത്തത്. അത് ദൈവത്തിൻ്റെ സമയത്ത് ദൈവം അവരെ പുറത്ത് കൊണ്ടുവരും. അവിടെ കൊണ്ട് അവരെ തീരത്തില്ല കേട്ടോ, അവർ തീർന്നു പോകത്തില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഓർക്കുക, ഈ പെന്തക്കോസ്തുകാർ എന്താണ് ചെയ്യുന്നത്? പെന്തക്കോസ്തുകാർ ആരെയെങ്കിലും കൊല്ലാൻ പോയോ? ഇല്ല. പെന്തക്കോസ്തുകാർ ആരോടെങ്കിലും എന്തിനെങ്കിലും പോകുന്നുണ്ടോ? ഒന്നിനും പോകുന്നില്ല. കാരണം എന്താണ്? പെന്തക്കോസ്തുകാരുടെ ജോലി അല്ലത്. പെന്തക്കോസ്തുകാർക്ക് എന്താണ് ആവശ്യം? നമ്മളറിഞ്ഞ ദൈവത്തെ മറ്റുള്ളവരുടെ മുൻപിൽ ഒന്ന് ഷെയർ ചെയ്യുക എന്നല്ലാതെ മറ്റൊരു ഉദ്ദേശവും പെന്തക്കോസ്തുകാർക്കില്ല. മനുഷ്യക്കടത്ത് കിടത്തി കുറേ പേരെ ഇങ്ങോട്ട് കൂട്ടിയിട്ട് പെന്തക്കോസ്തുകാർ പ്രത്യേകിച്ച് ഒരു രാജ്യം രൂപീകരിക്കാനോ, അല്ലെങ്കിൽ പെന്തക്കോസ്തുകാർ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു ഭരണം പിടിച്ചെടുക്കാനോ എന്നുള്ള തന്ത്രങ്ങളൊന്നും പെന്തക്കോസ്തുകാർക്കില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം പെന്തക്കോസ്തുകാരല്ല പറഞ്ഞിരിക്കുന്നത്, അവർക്കൊരു രാജ്യമുണ്ട്, രക്ഷിക്കപ്പെടുന്നവരെ കൊണ്ടുപോകാൻ ഒരു രാജ്യമുണ്ട്, ദൈവരാജ്യമുണ്ട്. ആ രാജ്യത്തിലേക്ക് യേശുക്രിസ്തുവാണ് ചേർക്കുന്നത്. അല്ലാതെ പെന്തക്കോസ്തുകാരും വഴി കാണിച്ചു കൊടുക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ തിരിച്ചറിയുക. ഇനി എന്താണ്? നമ്മൾ മനുഷ്യനെ മനുഷ്യരായിട്ട് കാണുവാനായിട്ട് പഠിക്കണം. നമ്മൾ ജാതിയുടെ ചിന്തകളൊക്കെ മാറ്റിവെച്ചിട്ട്, ഉയർന്ന ജാതി താഴ്ന്ന ജാതി എന്നുള്ള ചിന്ത മാറ്റിവെച്ചിട്ട് എല്ലാവരെയും സ്നേഹിക്കുവാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ അടിച്ചമർത്തപ്പെട്ടവരൊന്നും എങ്ങോട്ട് പോകത്തില്ല, വേറെ മതം തേടി പോകത്തില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. ഇനി ഇതിൻ്റെ അടുത്ത് മറ്റൊരു പോയിന്റും കൂടി ഉണ്ട് കേട്ടോ. പെന്തക്കോസ്തുകാരും തിരിച്ചറിയേണ്ട കാര്യമുണ്ട്. നമ്മളും ഇന്നെന്താണ് കുറേയൊക്കെ നമ്മളുടെയൊക്കെ കൃപയൊക്കെ ചോർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളും ജാതിയൊക്കെ കളിക്കുവാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. പെന്തക്കോസ്തിനകത്തും ജാതി ചിന്തയും ജാതിയുടെ പേരിലുള്ള വേർതിരിവുകളുമൊക്കെ കടന്നു വന്നിട്ടുണ്ട്. അത് കടന്നു വരുവാൻ പാടില്ല. അത് കടന്നു വന്നു കഴിയുമ്പോൾ എന്താണ്? നമ്മൾ ദൈവത്തിൻ്റെ മക്കളല്ലാതായി തീരുകയാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയുക. ഞാനൊരൊറ്റ എക്സാമ്പിൾ പറയാം.
കുറച്ച് ആഴ്ചകൾക്ക് മുൻപ് ഞാൻ പോകുന്ന സഭയിൽ നടന്ന ഒരു സംഭവമാണ് കേട്ടോ. അവിടെ ഒരു അമ്മച്ചി വരുന്നുണ്ട്. അമ്മച്ചി SC/ST രക്ഷിക്കപ്പെട്ട അമ്മച്ചിയാണ്. അപ്പോൾ ഈ അമ്മച്ചി അവിടെ വന്നു. അപ്പോൾ അമ്മച്ചിയുടെ ജോലി എന്താണെന്ന് വെച്ചാൽ ഈ അമ്മച്ചി പിന്നെ വീടുകളിലൊക്കെ ഇങ്ങനെ ജോലി ചെയ്യുന്ന ഒരു അമ്മച്ചിയാണ് കേട്ടോ. അപ്പോൾ ഞായറാഴ്ച എന്നും ഈ അമ്മച്ചി പള്ളിയിൽ വരും. പക്ഷേ പള്ളിയിൽ വരുമ്പോൾ അമ്മച്ചി ഒത്തിരി ലേറ്റ് ആയിട്ട് വരത്തുള്ളൂ. പകുതി ആൾക്കാർക്കും അറിയത്തില്ല എന്തുകൊണ്ട് അമ്മച്ചി ലേറ്റ് ആകുന്നതെന്ന്. എന്നാൽ എനിക്കറിയാം, ഞാൻ അമ്മച്ചിയോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ അമ്മച്ചി ലേറ്റ് ആയിട്ട് വരുവാനുള്ള കാരണം ഞായറാഴ്ചയും കൂടെ ആ അമ്മച്ചി പണിയെടുക്കുന്ന വീട്ടിൽ പണി ഉണ്ടാകും. എന്നിട്ട് ആ പണി കഴിഞ്ഞിട്ട് ആ ശമ്പളവും മേടിച്ചിട്ട് അമ്മച്ചി വരുന്നു. എന്നിട്ട് എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? എല്ലാ ദിവസവും ഞാൻ നോക്കുമ്പോൾ ഈ അമ്മച്ചി സ്തോത്ര കാഴ്ച ഇടുന്ന ഒരു 500 രൂപ ഇടും. എന്നിട്ട് അത് മുഴുവൻ ഇടത്തില്ല, ചില്ലറ മേടിക്കും കേട്ടോ. എന്നാലും അമ്മച്ചി എന്താണ്, ഒന്നെങ്കിൽ 100 അല്ലെങ്കിൽ 200, 10, 20, 30 ഒന്നുമല്ല, 100 അതിന് മുകളിലോട്ടോ അമ്മച്ചി എപ്പോഴും അതിനകത്ത് ആ സ്തോത്ര കാഴ്ച പാത്രത്തിനകത്ത് ഇട്ടിട്ടേ അമ്മച്ചി പോകത്തുള്ളൂ കേട്ടോ. ഒരു ദിവസം അവിടെ ഒരു കർത്തൃമേശ ഉണ്ടായിരുന്നു. കർത്തൃമേശ കഴിഞ്ഞപ്പോൾ എന്താ സംഭവിക്കുന്നത് നമ്മൾക്കറിയാം. പെന്തക്കോസ്ത സഭകളിലൊക്കെ എന്തുണ്ട്, സ്നേഹചുംബനമുണ്ടല്ലേ. നമ്മുടെ കർത്തൃമേശ കഴിഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹചുംബനമുണ്ട്. അപ്പോൾ അന്ന് ഈ അമ്മച്ചി എൻ്റെ അടുത്തായിരുന്നത്. അപ്പോൾ എൻ്റെ തൊട്ടിപ്പുറം അമ്മച്ചി ഇരുന്നത്. എന്നിട്ട് ഞാൻ നോക്കുമ്പോൾ കർത്തൃമേശ കഴിഞ്ഞ് നമ്മൾ സ്നേഹചുംബനം കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അമ്മച്ചീനെ കെട്ടിപ്പിടിക്കാൻ അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്ക് അമ്മച്ചി പോകാൻ വേണ്ടി നിൽക്കുക. ഞാൻ അമ്മച്ചീനെ പിടിച്ചു നിർത്തി അമ്മച്ചിക്ക് ഉമ്മ കൊടുത്തിട്ടാണ് അമ്മച്ചി. പിന്നെ എന്താ സംഭവിച്ചെന്നറിയാം, അമ്മച്ചി ബാഗ് എടുത്ത് ഉമ്മ പരിപാടിക്ക് നിൽക്കാതെ അമ്മച്ചി പോകാൻ തുടങ്ങുമായിരുന്നു. എന്നാൽ ഞാൻ അമ്മച്ചീനെ കെട്ടിപ്പിടിച്ച് അമ്മച്ചിക്ക് ഒരു ഉമ്മ അങ്ങ് കൊടുത്ത് അമ്മച്ചി എനിക്കും തിരിച്ച് ഉമ്മ തന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മച്ചി തിരിച്ച് ഇറങ്ങിപ്പോകാൻ നിന്ന് അമ്മച്ചി അവിടെ തിരിച്ചു വന്നിരുന്നു. എനിക്ക് തോന്നുന്നത് ഈ അമ്മച്ചിയുടെ ചിന്ത എന്തായിരുന്നെന്ന് വെച്ചാൽ, ഈ അമ്മച്ചി വന്നയൊക്കെ ഈ അമ്മച്ചി അങ്ങനെയാണല്ലേ, അവരെ ഒരു ജാതീയ ചിന്ത കൊടുത്ത് അവരെ മാറ്റി നിർത്തി, അവരെ കീഴ്ജാതിക്കാരെന്ന് പറഞ്ഞ് മാറ്റി നിർത്തി ഒരു അനുഭവത്തിൽ നിന്ന് ആ അമ്മച്ചി വന്നത്. അപ്പോൾ അമ്മച്ചി വിചാരിച്ചു ഇതിനകത്തും അങ്ങനെ തന്നെയാണെന്ന് വിചാരിച്ചു. അതുകൊണ്ട് അമ്മച്ചി ഇറങ്ങി ഓടിപ്പോകാൻ നോക്കിയത്. എന്നാൽ അമ്മച്ചിനെ തിരിച്ച് ഞാൻ അമ്മച്ചിക്ക് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തു കഴിഞ്ഞപ്പോൾ ആ അമ്മച്ചി അവിടെ തന്നെ എൻ്റെ തൊട്ടടുത്ത് തന്നെ അമ്മച്ചി ഇരിക്കുവാനായിട്ടിടയായി. അന്നേരം അമ്മച്ചിയുടെ മുഖത്തൊരു വിരിഞ്ഞ ഒരു സന്തോഷമൊക്കെ ഞാനൊന്ന് കണ്ടു കേട്ടോ. ഞാൻ വലിയ ആളായെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്, അവിടെ ഞാൻ കണ്ടു ആ അമ്മച്ചി എന്തുകൊണ്ടാണ് ഇറങ്ങിപ്പോകാൻ ശ്രമിച്ചത് എന്ന് നമ്മളൊന്ന് ചിന്തിക്കേണ്ട കാര്യമാണ് കേട്ടോ. അതുകൊണ്ട് നമ്മൾ ഓർക്കുക, നമ്മളുടെ ദൈവത്തെ ആരാധിക്കാൻ വരുന്നവർക്ക് യേശുക്രിസ്തുവിന് ജാതിയില്ല, മതമില്ല, ഒന്നുമില്ല. ദൈവം മനുഷ്യനെയാണ് സ്നേഹിച്ചത്. ദൈവം മനുഷ്യനെ ഉണ്ടാക്കി ആ മനുഷ്യനെയാണ് ദൈവം സ്നേഹിച്ചത് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ട് ഒരിക്കലും ജാതി ചിന്ത എങ്ങോട്ട് വരരുത്, പെന്തക്കോസ്തിൻ്റെ അകത്തോട്ട് വരരുത്. ഇന്ന് കുറേ വന്നിട്ടുണ്ട്. അത് നമ്മളുടെ സഭകളിൽ നിന്ന് നമ്മളതിനെ അടിച്ചു പുറത്താക്കിയില്ലെങ്കിൽ ഇനി അറ്റ്ലീസ്റ്റ് എന്താണ് നമ്മളുടെ ഹൃദയങ്ങളിൽ നിന്നെങ്കിലും ആ ജാതീയ ചിന്തകളെ നമ്മൾ അടിച്ചു പുറത്താക്കിയില്ല എങ്കിൽ നമ്മളുടെ ജീവിതം കൊണ്ട് യാതൊരു അർത്ഥവുമില്ല. നമ്മളുടെ വിശ്വാസ ജീവിതം വേസ്റ്റ് ആകത്തേ ഉള്ളൂ എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, തള്ളപ്പെട്ടവരെയും ഉപേക്ഷിക്കപ്പെട്ടവരെയും എന്താ പറയുക, ഏറ്റവും താഴെക്കടയിൽ കിടക്കുന്നവരെയൊക്കെ സ്നേഹിക്കുവാനുള്ളൊരു മനസ്സ് നമ്മൾക്കുണ്ടാകണം. അത് നമ്മൾ ദൈവത്തോട് ചോദിക്കുകയും ചെയ്യണം. ഫൈനലി നമ്മൾ തിരിച്ചറിയുക, നമ്മൾ ആരാധിക്കുന്ന ദൈവം ആരാണ്? മഹോന്നതനായ ദൈവമാണ്. രാജാക്കന്മാരുടെ രാജാവ്, പ്രഭുക്കന്മാരുടെ പ്രഭുവായിട്ടുള്ളൊരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. റോമൻ ഇൻറ്റീരിയൽ മുദ്രകളെ പൊട്ടിച്ച് പുറത്തു വന്ന ഒരു ദൈവം. ആ ദൈവം എന്താണ്? ഏത് മുദ്രകളെയും പൊട്ടിക്കുവാൻ, ഏത് അധികാരങ്ങളെയും ആയുധവർക്കം വെപ്പിക്കുവാൻ കഴിവുള്ള ഒരു ദൈവമാണ് നമ്മളുടെ ദൈവമെന്ന് നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ട് നമ്മളെ പൂട്ടുവാൻ ആര് ശ്രമിച്ചാലും, ഏത് പൈശാചിക മണ്ഡലം എഴുന്നേറ്റാലും, ഏത് അധികാര കേന്ദ്രങ്ങൾ നമ്മൾക്കെതിരെ എഴുന്നേറ്റാലും അതിനെ എല്ലാം തകർത്ത് കളയുവാൻ പറ്റുന്ന ഒരു ദൈവത്തെ, അതിന് കഴിവുള്ള അധികാരമുള്ള അധികാരികളുടെ അധികാരിയായ ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ട് എപ്പോഴും ഒന്നും നമ്മളെ പൂട്ടിയിടുവാൻ ശത്രുവായവന് കഴിയത്തില്ല കേട്ടോ. പിശാച് പല വിധത്തിൽ നമ്മളെ പൂട്ടുവാനായിട്ട് ശ്രമിക്കും. എന്നാൽ പിശാചിന് അതിനൊന്നും കഴിയത്തില്ല. എപ്പോഴെങ്കിലും ദൈവം ഈ ഒരു പൂട്ട് പൊളിച്ച് നമ്മളെ പുറത്തു കൊണ്ടുവരും എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? പ്രത്യാശയുള്ളവരായിരിക്കണം, നമ്മൾ വിശ്വാസമുള്ളവരായിരിക്കണം. കാരണം ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. അല്ലാതെ ഒന്നും ദൈവം നമ്മളെ ഈ ലോകത്ത് നിന്ന് മാറ്റി അങ്ങ് കൊണ്ടുപോകത്തില്ല കേട്ടോ. ഈ ലോകത്തിൽ നമ്മൾക്ക് തരേണ്ട നന്മകളെല്ലാം തന്ന് അത് അനുഭവിച്ചിട്ടേ ദൈവം നമ്മളെ കൊണ്ടുപോകത്തുള്ളൂ. ഇവിടുന്ന് ബന്ധിക്കപ്പെട്ടവനായിട്ടല്ല അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. ഇവിടുന്ന് നമ്മളുടെ ബന്ധനം അഴിച്ചിട്ടേ നമ്മളെ കൊണ്ടുപോകത്തുള്ളൂ എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇന്ന് കണ്ണുനീര് ഒഴുക്കി, അല്ലെങ്കിൽ നമ്മൾ ഇന്ന് കരഞ്ഞരികിരിക്കുന്നത്, ദൈവമേ ഒരു വിടുതലില്ലേ എൻ്റെ ജീവിതത്തിൽ, അല്ലെങ്കിൽ ദൈവമേ എനിക്കൊരു നന്മ കാണുവാനില്ലേ, എനിക്കൊരു വെളിച്ചം കാണുവാനില്ലേ, എനിക്കൊരു പ്രകാശം എൻ്റെ ജീവിതത്തിൽ ഇല്ലേ എന്നും നമ്മളൊക്കെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിലവിളിക്കുന്നുണ്ടാകും. എന്നാൽ അവരോടൊക്കെ പറയുവാനുള്ളത് ഒന്നേ ഉള്ളൂ, ഇതെന്നും ഇങ്ങനെ തന്നെ ഇരിക്കത്തില്ലെന്നേ. കാരണം ഇന്ന് ഇരുട്ടാണ്, നാളെ എന്തുണ്ട്? വെളിച്ചമുണ്ട്. എല്ലാത്തിനും ഒരു കാലമുണ്ട്. കരയാനൊരു കാലം അല്ലേ? നമ്മുടെ എന്താ പറയുക, നമ്മുടെ വചനത്തിനകത്ത് പറഞ്ഞിട്ടുണ്ട്, കരയുവാനൊരു കാലം, ചിരിക്കുവാനൊരു കാലം. എല്ലാത്തിനും ദൈവം ഒരു സമയം വെച്ചിട്ടുണ്ട്. അത് അനുഭവിപ്പിച്ചിട്ടേ നമ്മളെ ദൈവം കൊണ്ടുപോകത്തുള്ളൂ കേട്ടോ. ആ ഒരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ട് നമ്മൾ എന്ത് വന്നാലും, ആര് നമ്മളെ കയറി കൊട്ടിയാലും, ഈ ദിവസങ്ങളിൽ നമ്മൾക്കൊക്കെ ഒരു ക്വസ്റ്റ്യൻ വരും, എന്തുകൊണ്ടാണ് വഴിയെ കൂടെ പോകുന്നവനൊക്കെ വന്ന് നമ്മളെ കൊട്ടുന്നതെന്ന്. ഒന്നും ഭാരപ്പെടേണ്ട. കാരണം ഓർക്കുക, എന്താണ്
ഫലമുള്ള മാവിനിട്ട് എന്ത് വരത്തുള്ളൂ? മാവുള്ള അല്ല, അതായത് മാങ്ങയുള്ള മാവിനിട്ട് എന്ത് വരത്തുള്ളൂ? ഏറ് വരത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ ധൈര്യത്തോടെ ഇരിക്കുക. നമ്മളുടെ ദൈവം ജീവിക്കുന്ന ദൈവമായതുകൊണ്ടും നമ്മളിൽ ഫലമുള്ളത് കൊണ്ടുമാണ് എന്ത് സംഭവിക്കുന്നത്? നമ്മൾക്ക് ഏറ് കിട്ടുന്നതും എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ട് നമ്മൾ ഈ ദിവസങ്ങളിൽ ദൈവത്തോട് കൂടുതൽ പറ്റിച്ചേർന്നിരിക്കുക. നമ്മൾ കൂടുതൽ പ്രവർത്തിക്കുക, ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുക, ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുക. ഒപ്പം എന്താണ്, തള്ളപ്പെടുന്നവരെയും ഒക്കെ നമ്മളൊന്ന് ചേർത്ത് പിടിക്കുവാൻ നമ്മൾ തയ്യാറാകുക. വാക്കുകൊണ്ട് മാത്രമല്ല കേട്ടോ, നമ്മളവരെ സഹായിക്കേണ്ട രീതിയിലൊക്കെ നമ്മളെ കൊണ്ട് പറ്റുന്നത് പോലെ സഹായിക്കുവാനും നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ നമ്മുടെ ദൈവം ആഗ്രഹിച്ച പ്രവൃത്തി നമ്മളിലൂടെ തികച്ചെടുത്ത് ഒരു സന്തോഷത്തിൻ്റെ എന്താ പറയുക, പുതുവസ്ത്രം അണിയിക്കുന്ന ഒരു ദൈവമാണ് നമ്മളുടെ ദൈവം എന്നുള്ളൊരു യാഥാർത്ഥ്യം തിരിച്ചറിയുക. മറ്റുള്ളവരുടെ കണ്ണുനീര് ഒപ്പാൻ മാത്രമല്ല കേട്ടോ, നമ്മളുടെ കണ്ണുനീരും ഒപ്പുന്ന ദൈവമാണെന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയുക. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.